ബിഗ് ബോസ് മലയാളം സീസൺ 5 മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ വ്യക്തിയാണ് നാദിറ മെഹറിൻ. മാധ്യമപ്രവർത്തക, മോഡൽ, നടി എന്നീ നിലകളിൽ ശ്രദ്ധേയയായ നാദിറ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ശക്തമായ ശബ്ദം കൂടിയാണ്. ഇപ്പോഴിതാ താരം തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, സുരേഷ് ഗോപി എന്നിവർക്കുമെതിരെയുള്ള രൂക്ഷമായ വിമർശനമാണ് താരം ഉന്നയിച്ചിരിക്കുന്നത്. സമീപകാലത്ത് നടന്ന ഒരു അഭിമുഖത്തിലാണ് നാദിറ തന്റെ രാഷ്ട്രീയ ബോധ്യം വെളിപ്പെടുത്തിയത്. എത്ര വലിയ തുക വാഗ്ദാനം ചെയ്താലും BJPയുമായി സഹകരിക്കില്ലെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു. പണത്തേക്കാൾ ഉപരി തന്റെ സഹോദരങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നതാണ് തനിക്ക് പ്രധാനമെന്ന് നാദിറ വ്യക്തമാക്കി. എത്ര പണം തരാമെന്ന് പറഞ്ഞാലും ഞാൻ BJPയുമായി സഹകരിക്കില്ല. പണമല്ലല്ലോ എല്ലാം. എന്റെ സഹോദരങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്നാണ് നാദിറ മെഹറിൻ അഭിപ്രായപ്പെട്ടത്. കൂടാതെ 2020 പോലുള്ള പാർട്ടികളിലേക്കും താൻ പോകില്ലെന്നും അവർ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ വോട്ടിനായി പണവും കിറ്റും വിതരണം ചെയ്തു എന്ന ആരോപണത്തെ നാദിറ ശക്തമായി വിമർശിച്ചു. ഇത് ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്നും BJPക്ക് തന്നെ വലിയ നാണക്കേടാണെന്നും അവർ പറഞ്ഞു. താൽക്കാലിക ലാഭത്തിനായി പണം വാങ്ങി വോട്ട് ചെയ്യുന്നത് ശരിയായ പ്രവണതയല്ല. പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നത് ജനാധിപത്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത് തികച്ചും മോശമായ പ്രവൃത്തിയാണെന്നും നാദിറ അഭിപ്രായപ്പെട്ടു. ഇതിനു പുറമെ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള കുറ്റബോധവും അവർ രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയെക്കുറിച്ചും നാദിറ തന്റെ മനസ്സ് തുറന്നു പറഞ്ഞു. ഒരു കാലത്ത് അദ്ദേഹം മന്ത്രിയാകണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അതിൽ വലിയ കുറ്റബോധം തോന്നുന്നുണ്ടെന്നും അവർ പറഞ്ഞു. ഒരു സാധാരണക്കാരൻ സഹായത്തിനായി സമീപിക്കുമ്പോൾ ഇത് എന്റെ വകുപ്പല്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ഭരണാധികാരി നാടിന് ഗുണകരമല്ലെന്ന് നാദിറ ചൂണ്ടിക്കാട്ടി. തൃശൂരിലെ വോട്ടർമാർക്കും ഇപ്പോൾ ഈ കുറ്റബോധം ഉണ്ടാകുമെന്നാണ് തന്റെ വിശ്വാസമെന്നും അവർ കൂട്ടിച്ചേർത്തു. തന്റെ കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും വിരുദ്ധമായി നിൽക്കുന്ന രാഷ്ട്രീയത്തോട് വിട്ടുവീഴ്ചയില്ലെന്നാണ് നാദിറയുടെ പക്ഷം. മാധ്യമപ്രവർത്തക എന്ന നിലയിലും സാമൂഹിക പ്രവർത്തക എന്ന നിലയിലും നാദിറ മെഹറിൻ പുലർത്തുന്ന രാഷ്ട്രീയ ജാഗ്രതയാണ് ഈ വെളിപ്പെടുത്തലുകളിലൂടെ പുറത്തുവരുന്നത്. കേവലം ഒരു പാർട്ടി വിരുദ്ധത എന്നതിലുപരി ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന നിർബന്ധവും തന്റെ കമ്മ്യൂണിറ്റിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയുമാണ് നാദിറ പങ്കുവയ്ക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി പണവും കിറ്റും നൽകുന്നതിനെതിരെ അവർ നടത്തിയ വിമർശനം രാഷ്ട്രീയ രംഗത്തെ ധാർമ്മികതയെക്കുറിച്ചുള്ള ഗൗരവകരമായ ഓർമ്മപ്പെടുത്തലാണ്. അധികാര സ്ഥാനത്തിരിക്കുന്നവർ സാധാരണക്കാരോട് കാണിക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് സുരേഷ് ഗോപിയെ ഉദാഹരണമാക്കി അവർ നടത്തിയ പരാമർശം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വ്യക്തിപരമായ ലാഭങ്ങളെക്കാൾ തന്റെ ആദർശങ്ങൾക്കും സഹോദരങ്ങളുടെ സമാധാനത്തിനും മുൻഗണന നൽകുന്ന നാദിറയുടെ നിലപാട് വരും ദിവസങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ കൂടുതൽ സംവാദങ്ങൾക്ക് കാരണമാകുമെന്നത് ഉറപ്പാണ്.